ഇന്റെ റബ്ബേ, എന്തൊക്കെ മാത്താങ്കൂത്ത റബ്ബെ പെയ് കേൾക്കണത്. ഇങ്ങനെയാണെങ്കിൽ വല്യമാന്റെ കുട്ടിഞ്ഞ് മുതൽ കോളേജിലേക്ക് പോണ്ട. എന്തിനാ ഇങ്ങനെയൊക്കെയാണ് വെച്ചാ പോണത്? ഇങ്ങള് സമാധാനായിട്ടിരിക്കുമാ, ഓള് പറയട്ടെ. എന്നിട്ട് എന്തുണ്ടാവുക? എന്നിട്ട് എന്തുണ്ടാവാന്? നിക്ക് സൗകര്യമില്ല ചാടാനെന്നും പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോവാൻ നിന്ന്. ചാടാതെ വിടൂലെന്ന് ഓരും. പിന്നെ ഞാൻ ഓരോട്ടുള്ള തർക്കം കൂടിയപ്പോ അതിലൊരുത്തൻ എന്റെ കൈക്ക് കയറി പിടിച്ച്. കൈ കയറി പിടിക്കേ? എന്തൊക്കെ എന്റെ പഠിച്ചോനെ ഈ കേൾക്കണത്? സെൽമുവോ, ജാസിക്കിനോട് പറയ്, ഓനെ ആൾക്കാരെങ്കിലും വിളിച്ചുകാണ്ട് പോയിട്ടേ ഓന്റെ കാരണം നോക്കി കൊടുക്കട്ടെ ഓരോന്ന്. ആ അതാണ് വല്യമ്മ എങ്ങനെ പറയുന്ന അറിയാർന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പാനെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. ഓന്റെ കാരണം നോക്കിട്ട് ഞാൻ തന്നെ അപ്പൊ ഒന്നാണ്ട് കൊടുത്തു. ഇജാ ചെക്കൻ അടിച്ചാ? ഇജ് എന്തിനുള്ള പുറപ്പാടെന്റെ റിയ? ഒറ്റങ്ങളും അടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടാ? അതൊന്നും ഞാൻ അപ്പൊ കുളർത്തിയില്ലമ്മ. പക്ഷെ അടി കഴിഞ്ഞ പാടന്നെ സീനിയേഴ്സ് എല്ലാരും കൂടി ആകെ പ്രശ്നമായി. എന്നിട്ട് ഞാൻ അടിച്ച പയ്യൻ ഇന്നടിക്കാൻ വേണ്ടിട്ടേ കൈ ആഞ്ഞു വീശിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ കണ്ണടച്ചിട്ട് അങ്ങനെ ഒരറ്റ നിപ്പാ. എന്റെ റബ്ബേ, ഉമ്മാടെ കുട്ടിനെ ഒരു തല്ലിയാ? തല്ലീന്ന് തന്നെ അമ്മ ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അപ്പോത്തിനെ ദേവദൂതന്റെ പോലുള്ള ഒരു കൈ വന്നിട്ട് ആ അടിക്കാൻ വന്ന പയ്യന്റെ കയ്യെ ഒരൊറ്റ പിടിയാ. അതാരാ? അതാണ് അജൂക്ക. അജ്മൽ എന്നാണ് പേര്. ഞങ്ങളെ സീനിയറാണ്. എല്ലാരും അജൂക്കാന്നാ വിളിക്കുക. ഞാൻ എന്റെ വൈബിനൊത്തൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഓളെ ബ്രദറാ. അത് ശരി. അപ്പൊ ആ കുട്ടി അന്റെ കോളേജിൽ തന്നെ പഠിക്കണേ? അതെ വല്യമ്മ, അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെ സീനിയേഴ്സ് ആണ് എന്നുള്ളത്. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ അല്ലേ, അജുക്കൊക്കെ ലാസ്റ്റ് ഇയറാ. അതിലുള്ളവരെന്നെയാ റാഗിങ്ങിന് വന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ കാക്കി മറ്റേ ചെക്കന്മാരും തമ്മിൽ വഴക്കായ പിന്നെ? എവിടുന്ന്? അജുക്കാൻ അവർക്കൊക്കെ പേടിയാണമ്മ. ഞങ്ങളെ കോളേജിലെ ഹീറോ ആണ് ആള്. അതുകൊണ്ട് മതി മതി മതി, റാഗിങ് ഒക്കെ നിർത്തി എല്ലാരും ക്ലാസ്സിൽ പോയി നേർന്നേക്ക് ഈ വന്നോറ്റങ്ങളൊക്കെ വന്ന വഴിക്ക് തന്നെ പോയി. ആ നേരത്താണ് അമ്മ വന്നിട്ട് എന്നെ പരിചയപ്പെട്ടതും അജുക്കാന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞതും ഒക്കെ. അതാ പറഞ്ഞത് ഞാനും ഓളും പരിചയപ്പെട്ടത് ഒരു സിനിമ സ്റ്റൈൽ പരിചയപ്പെടലാണെന്ന്. എങ്ങനെയുണ്ട്? എന്താ ഓളെ ചിറി നോക്കി. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോ? ആ കുട്ടി വന്നിട്ടില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഉമ്മാടെ കുട്ടിയുടെ ചിറി ആകെ ഇളിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഷാനുവിനോടും ഋഷുവിനോടും തല്ലുണ്ടാക്കുന്ന പോലെ ആവൂല ആരാ ചെക്കന്മാരായിട്ട് തല്ലുണ്ടാക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എന്റെ കൈ കയറി പിടിച്ചാ ഞാൻ മിണ്ടാതെ നിക്കണോ? അത് നല്ല കഥ. ക്ലാസ് തുടങ്ങി 2-3 ദിവസമായപ്പോത്തിന് ഇതാണ് കഥ വെച്ചാലേ ഇനിയിപ്പോ 2-3 വർഷം കഴിക്കുമ്പോത്തിന് എന്തൊക്കെ ഒന്നും ഉണ്ടാവുകയാണാവോ. ഇനിയൊരു കുഴപ്പമുണ്ടാവില്ലമ്മ, പ്രത്യേകിച്ച് അജുക്ക ഉണ്ടാവുമ്പോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇപ്പൊ അമ്ന. അതുകൊണ്ട് ഓളെ നോക്കും പോലെ അജുക്ക ഞെന്നി നോക്കിക്കോളും. അജുക്കാന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. വല്യമാന്റെ കുട്ടി ഇങ്ങനെ മറ്റുള്ള